ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. ഈ സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി ലഹരി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ലഹരി കാരണം നമ്മുടെ 3 ആരോഗ്യ മേഖലയാണ് അത് ശരിക്കും ബാധിക്കുന്നത്. ഒന്നാമത്തെ ആരോഗ്യ മേഖല ശാരീരിക ആരോഗ്യമാണ്. നമുക്കറിയാം, മനുഷ്യരെല്ലാം ഈ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ടാണ് മുന്നോട്ട് ജീവിക്കുന്നത്. ഇവിടെയാണ് ലഹരി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കുന്നത്. ശാരീരിക ആരോഗ്യത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാൻസർ. അത് സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ലങ് ക്യാൻസർ. അതുപോലെ തന്നെയാണ് മദ്യം അധികമായി കഴിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് ലിവർ സിറോസിസ്. ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ ശാരീരിക ആരോഗ്യത്തെ ബാധിച്ച് ഒരു മനുഷ്യനെ എവിടെയും എത്തിക്കാത്ത ഒരു അവസാനം വരെ ഒരു രോഗിയായി മാറ്റുന്ന ഒരവസ്ഥയാണ്, ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് ലഹരി ബാധിക്കുന്ന ആരോഗ്യ മേഖല മാനസിക ആരോഗ്യമാണ്. നമുക്കറിയാം, മനസ്സിൻ്റെ ആരോഗ്യമില്ലെങ്കിൽ താഴെ കിടക്കുന്ന ഒരു ഇല പോലും എടുത്ത് നമുക്ക് ഉയർത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു തലത്തിലാണ് ഈ പറയുന്ന ലഹരി മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരു മാനസിക രോഗിയാക്കാൻ പോലും ലഹരിക്ക് ആകും എന്നുള്ളതാണ് സയൻസ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ഈ പറയുന്ന പോലെ മാനസികമായ ആരോഗ്യത്തിൽ ബാധിച്ച് അതൊരു മാനസിക രോഗത്തിലേക്ക് മാറുമ്പോൾ, അത് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പരുവത്തിലേക്ക് ഒരു മാനസിക രോഗിയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ലഹരി നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. മൂന്നാമതായി ബാധിക്കുന്നത് സാമൂഹിക ആരോഗ്യമാണ്. നമുക്കറിയാം, നമ്മളൊരു സോഷ്യൽ ആനിമലാണ്, സാമൂഹിക ജീവിയാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ആ തലത്തിൽ ലഹരി അധികമായി ഉപയോഗിച്ചു കഴിയുമ്പോൾ അവൻ്റെ സോഷ്യലായിട്ടുള്ള ഹെൽത്തിനെയും ബാധിക്കുന്നു, സാമൂഹ്യമായ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവൻ്റെ ഇടപെടലുകൾ കുറയുന്നു, അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ പിന്നോട്ട് മാറുന്നു. അവൻ്റെ ബന്ധങ്ങൾ അവൻ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകാതെ ആ ബന്ധങ്ങളെയൊക്കെ തകർക്കാൻ അവൻ ബോധപൂർവം ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ആരോഗ്യത്തെ കൃത്യമായി ലഹരി ബാധിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വീട്ടിൽ തുടങ്ങി എല്ലാ വീടുകളിലേക്കും ഇങ്ങനെയുള്ള രോഗികൾ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പെരുകുമ്പോൾ അത് നമ്മുടെ സമൂഹത്തെ തകർക്കും, അത് നമ്മുടെ സ്റ്റേറ്റിനെ തകർക്കും, അത് നമ്മുടെ രാജ്യത്തെ തകർക്കും, അത് നമ്മുടെ ഈ ലോകത്തെ തന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വിട പറയാം, നമുക്ക് ഉപേക്ഷിക്കാം, നമുക്ക് കൃത്യമായി ലഹരിയോട് നോ പറഞ്ഞ് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.